വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കും. ബാങ്ക് ഡയറക്ടർമാരോട് നേരിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. SP സുദർശന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിർണായക CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്നാണ്. തട്ടിപ്പിൽ പ്രതികളായവർ ഉൾപ്പെടെ പാർട്ടി അംഗത്വമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇന്ന് കരുവന്നൂരിൽ എത്തുന്നുമുണ്ട്. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ആദ്യം ഈ ഡയറക്ടർമാരുടെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ ഇന്നാണല്ലോ. അതെല്ലാം CPM അംഗങ്ങൾ തന്നെയാണോ? സനീഷ്, തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ 6 ഭരണസമിതി അംഗങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത്. CPM അംഗങ്ങൾ തന്നെയാണ് ഈ ഭരണസമിതിയിൽ ഉള്ളത്. അവരെയാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും 10 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാകാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ 6 ജീവനക്കാർക്കെതിരെ പ്രതികളാക്കി മാത്രമാണ് FIR ഇട്ടിരുന്നത്. ആദ്യം മുതൽ ഉള്ള ആരോപണം ഭരണസമിതി അംഗങ്ങൾക്കും ഇതുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ശക്തമായിരുന്നു. അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണങ്ങളും വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കിയിരിക്കുന്നു. ഏതായാലും മറ്റു പ്രതികളെ ഒന്നും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങുന്നതിന്റെ പ്രാരംഭഘട്ടം എന്ന രീതിയിൽ 6 ഭരണസമിതി അംഗങ്ങളോട് ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഭരണസമിതി അംഗങ്ങൾക്ക് ഇതിൽ ഈ പല തട്ടിപ്പുകളും നടന്നിരിക്കുന്നത് പ്രസിഡന്റ്, അതായത് ഭരണസമിതി പ്രസിഡന്റ് ദിവാകരൻ, KK ദിവാകരൻ, അദ്ദേഹത്തിന്റെ വ്യാജ ഒപ്പിട്ടു, പല രേഖകളും പരിശോധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഇന്ന് അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM പ്രതിരോധത്തിലാണ്. 2 മാസം മുമ്പാണ് അന്വേഷണ കമ്മീഷൻ, പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. പാർട്ടിക്ക് അവിടെ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായി, ഭരണസമിതി ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായി ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഒപ്പം തന്നെ ശുപാർശ, അതായത് നടപടി വേണം എന്ന് ശുപാർശയും ചെയ്തിരുന്നു. എന്നാൽ 2 മാസം മുമ്പ് നൽകിയ അന്വേഷണ കമ്മീഷനായിട്ടും ഇത്രയും കാലം CPM നടപടി എടുത്തില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും കൂടെ ഇന്ന് ചേരുകയാണല്ലോ. വളരെ നിർണായകമായ യോഗമാണത്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആരാണ് പങ്കെടുക്കുന്നത്? സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള വിജയരാഘവനോ മറ്റോ എത്തുന്നുണ്ടോ ഇന്ന്? സംസ്ഥാന പ്രതിനിധി ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവർ എല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക്, അതായത് മിക്കവാറും ഈ 12 പേരോട് വിശദീകരണം തേടിയിരുന്നു. ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 12 പേരോട് വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണം ഇക്കാര്യത്തിൽ ഇവർക്കെതിരെ, അതായത് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ 3 പേർ CPM അംഗങ്ങളായ 3 പേർ ജീവനക്കാരാണ്. അവർ ബാങ്ക് സെക്രട്ടറി, അതുപോലെ തന്നെ മെയിൻ ബ്രാഞ്ച് മാനേജർ, സീനിയർ അക്കൗണ്ടന്റ്, ഇവർക്ക് 3 പേർക്കുമെതിരെയും ഇന്ന് നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും CPMന്റെ ഏരിയ കമ്മിറ്റിക്കാണ് ഈ ബാങ്കിന്റെ നടത്തിപ്പ് ചുമതല ഉണ്ടായിരുന്നത്. അവർക്ക് വീഴ്ച പറ്റി എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മറ്റൊന്നുകൂടെ ഈ BJP ഇത് ഒരു വലിയ രാഷ്ട്രീയ ആരോപണമാക്കി മാറ്റുകയാണ്. K സുരേന്ദ്രൻ ഇന്ന് കരുവന്നൂരിൽ എത്തും. ശരി, നന്ദി സുവി വിവരങ്ങൾക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സഹകരണ മന്ത്രി VN വാസവൻ. എന്ത് സംഭവിച്ചാലും CBI വേണമെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്ന് വാസവൻ പരിഹസിച്ചു. പ്രതികൾ ആരും രക്ഷപ്പെടുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചില്ല എന്നും വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 104 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. തട്ടിപ്പ് വ്യക്തമായ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. എന്നാൽ പ്രതിപക്ഷ ആവശ്യം സഹകരണ മന്ത്രി തള്ളുന്നു. സംസ്ഥാന പോലീസിന് തട്ടിപ്പ് കണ്ടെത്താനുള്ള കഴിവുണ്ട്. അത് പരാജയപ്പെട്ടാൽ മാത്രം മറ്റു കാര്യങ്ങൾ ആലോചിക്കും. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പോലീസ് സേനയുണ്ട്, മികച്ച ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ ഈ കാര്യത്തിലൊക്കെ അവരെ കൊണ്ട് കൊള്ളുകയില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോഴല്ലേ നമ്മളത് വേണ്ടി വരുന്നത്. വിഷയം വന്നാൽ ഉടൻ തന്നെ എല്ലാം CBI എന്ന് പറഞ്ഞാൽ അതും സ്ഥിരമായി പ്രതിപക്ഷം പറയാനുള്ള ഒരു വല്ലവിയാണ്. തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരിഷ്കരണം നടത്തുമെന്നും സഹകരണ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിന്റെ കരടിന്മേലുള്ള ചർച്ച നടന്നുവരികയാണ്. സഹകരണ മേഖലയിലെ ഓഡിറ്റ് സിസ്റ്റം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്.
ഇതുപോലുള്ള കുഴപ്പങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ നല്ല നിയമപരമായ രക്ഷപ്പെടാനുള്ള പഴുതടച്ച് സമഗ്ര നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ടെന്ന് വാസവൻ ചൂണ്ടിക്കാട്ടുന്നു. കരിവെള്ളൂരിൽ ഇടതു ഭരണസമിതിയാണ് പ്രതിക്കൂട്ടിലെങ്കിൽ നേരത്തെ മാവേലിക്കര സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയത് UDF ആയിരുന്നുവെന്നും വാസവൻ മറുപടി നൽകുന്നു. ന്യൂസ് 18 കോട്ടയം. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ച പരിശോധിക്കുന്ന CPM കമ്മീഷൻ ഇന്നും തുടരും. ഇന്നലെ G. സുധാകരൻ, H. സലാം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരിൽ നിന്ന് കമ്മീഷൻ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ CPM അംഗങ്ങളെയും മറ്റ് പരാതിക്കാരെയും കമ്മീഷൻ കേൾക്കും. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെതിരെ CPM അന്വേഷണം. ദേവികുളത്ത് A. രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന് 2 അംഗ കമ്മീഷനെ CPM നിയോഗിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ബംഗളൂരുവിൽ നിന്ന് BJPക്ക് പണം എത്തിച്ചിരുന്നുവെന്ന് ധർമ്മരാജന്റെ മൊഴി. ഏതാണ്ട് 12 കോടി രൂപയാണ് 2 തവണകളായി എത്തിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ എത്തി പഞ്ചായത്ത് മെമ്പർമാർക്ക് പണം വിതരണം ചെയ്തുവെന്നും ധർമ്മരാജന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. കൊടകര കുഴൽപ്പണ കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. പാലക്കാട് അണക്കപ്പാറ വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി. ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ടസ്ഥലം മാറ്റം. 70ഓളം എക്സൈസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ ഉത്തരവ്. ഉത്തരവിൻ്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്താണ് ആ ഉത്തരവിലുള്ളത്? എവിടങ്ങളിലേക്കൊക്കെയാണ് സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ളത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, 70ഓളം ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റാനുള്ള ഉത്തരവുണ്ടായിട്ടുള്ളത്. ആലത്തൂർ, ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസുകളിലെയും അതോടൊപ്പം ആലത്തൂർ കുഴൽമന്ദം റേഞ്ച് ഓഫീസിലെയും ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റുക. ഇതിന് പുറമെ പാലക്കാട് സ്പെഷ്യൽ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റാൻ എക്സൈസ് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ദിവസം അണക്കപ്പാറയിലെ വ്യാജകള്ള നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിലും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഈ പങ്കുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഈ കൂട്ട നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ തന്നെ 9 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായ ഷാജി എസ് രാജൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ കൂടുതൽ നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഇവിടുത്തെ സ്പിരിറ്റ് ലോബിയുമായും ഈ കേന്ദ്രവുമായി ബന്ധമുണ്ട് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്. അവരെ ജില്ലയിലെ തന്നെ മറ്റ് താലൂക്ക് കേന്ദ്രങ്ങളിലേക്കായിരിക്കും മാറ്റുക. ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന താലൂക്കിൽ നിന്ന് മാറി മറ്റൊരു താലൂക്കിലേക്ക് ആയിരിക്കും മാറുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വിമർശനം എക്സൈസിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്, ഈ സംഭവത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഇവരുമായി ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥരെ കൂടി ഇതിനകത്ത് സ്ഥലം മാറ്റുന്നു എന്നൊരു വിമർശനം എക്സൈസിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കർശന നടപടിയിലേക്കാണ് സർക്കാർ ഇതിനകത്ത് പോകുന്നത്. നിലവിൽ 10 പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് 1400ഓളം ലിറ്റർ സ്പിരിറ്റും 2000-ലേറെ ലിറ്റർ വ്യാജ കള്ളുമായിരുന്നു ഈ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്തതെന്നാണ് വ്യക്തമായിരുന്നത്. മറ്റൊന്ന്, ഈ മാസപ്പടി ഡയറിയും അന്നത്തെ റെയ്ഡിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി കൊടുക്കുന്നു എന്നും കണ്ടെത്തിയിരുന്നു. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. പീഡനക്കേസിൽ അറസ്റ്റിലായ കായികാധ്യാപകൻ സ്കൂളിൽ വെച്ച് മർദ്ദിച്ച് കാലൊടിച്ചു എന്ന പരാതിയുമായി വിദ്യാർത്ഥി. കോഴിക്കോട് കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലെ അധ്യാപകൻ BT മനീഷിനെതിരെയാണ് പെൺകുട്ടി പരാതിപ്പെടുന്നത്. തുടയെല്ല് ഒടിഞ്ഞ് ഇപ്പോഴും ചികിത്സയിലാണ് ഈ വിദ്യാർത്ഥിനി. ആ വാർത്തയിലേക്ക്. വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വീണിട്ട് പിന്നെ ഞാൻ വീണിട്ട് തന്നെ അവിടുന്ന് കുട്ടികൾ എന്നെ എടുത്തോണ്ട് വന്ന ശേഷം അവരെന്നെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് തന്നെ കിടത്തി. എനിക്ക് അങ്ങനെ പോലും എഴുന്നേക്കാൻ പറ്റില്ല. എന്നിട്ട് സാറ് പറഞ്ഞു അവൾ ഒറ്റയ്ക്ക് വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓരോ മണ്ണൊക്കെ തൊട്ട് വരുന്ന പോലെയാണ് ഞാൻ വന്നത്. മണ്ണൊക്കെ തൊട്ട് വന്നതിന് ശേഷം സാർ ആ സ്റ്റെപ്പയിലൊക്കെ പിടിച്ച് എങ്ങനെ കയറി ആ ജിമ്മിൻ്റെ അടുത്തുള്ള. അത് കഴിഞ്ഞിട്ട് സാറിനോട് ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി. എന്നിട്ട് എന്നെ തല്ലി. ഒരു എക്സസൈസ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് സാർ അവിടെ നിന്ന് എന്നിട്ട് ചവിട്ടി. കട്ടിപ്പാറ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ VT മനീഷിന്റെ കീഴിൽ കായിക പരിശീലനത്തിനെത്തിയ ഒരു പെൺകുട്ടിയുടെ ഗതിയാണിത്. പരിശീലനത്തിൽ പിഴവ് കാണിച്ചുവെന്നാരോപിച്ച് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. തുടയെല്ല് പൊട്ടി പെൺകുട്ടി അവശനിലയിലായിട്ടും ചികിത്സ നിഷേധിച്ചു. വെള്ളം പോലും നൽകരുതെന്നായിരുന്നു അധ്യാപകന്റെ ആജ്ഞ. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വെള്ളം ഞാൻ അവരോട് ചോദിച്ചു.
അപ്പോൾ വെള്ളം കൊടുക്കണ്ടെന്നാണ് സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ 2 കുട്ടികൾ മാറി ഇരുന്നേക്ക് വെള്ളം തരിക ചെയ്തത്. പിറ്റേ ദിവസം രക്ഷിതാക്കളെത്തിയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെൺകുട്ടി ഫിസിയോതെറാപ്പി ചികിത്സ തുടരുകയാണ്. വീണ് പരിക്കേറ്റുവെന്ന് പറയണമെന്ന് അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതിനാൽ കുട്ടി വീട്ടുകാരോടും മർദ്ദന വിവരം പറഞ്ഞിരുന്നില്ല. പീഡനക്കേസിൽ അധ്യാപകൻ ഇന്നലെ അറസ്റ്റിലായപ്പോഴാണ് പെൺകുട്ടി സത്യം പുറത്തു പറഞ്ഞത്. മാഷ് ചവിട്ടിയാലെന്ന് ഇവള് മിണ്ടിയിട്ടില്ല. മാഷ് ഇങ്ങനെ ഉപദ്രവിച്ചതും പറയണില്ല. പക്ഷേ ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിച്ചു, മാഷ് ചവിട്ടിയതല്ലേ. സ്കൂളുകളിൽ നിന്ന് ഓരോ രക്ഷിതാക്കൾ ചോദിച്ചു. പക്ഷേ എല്ലാവർക്കും പറയാൻ പേടിയായിരുന്നു. ഇയാളോട്, ഈ മാഷോട് പറയാൻ പേടിയായിരുന്നു. കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച് ഭയപ്പെടുത്തുകയാണ് അധ്യാപകന്റെ രീതി. ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ചൂഷണം പുറത്തു പറയാതിരിക്കാനാണ് മർദ്ദനമെന്ന് രക്ഷിതാക്കൾ സംശയിക്കുന്നു. മർദ്ദനത്തെക്കുറിച്ച് സ്കൂൾ പ്രധാനാധ്യാപികയോട് പലതവണ പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്ന് മറ്റു രക്ഷിതാക്കളും ആരോപിക്കുന്നു. 4 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിക്ക് ഇപ്പോഴും പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. പെൺകുട്ടി താമരശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. മകളുടെ കായിക സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ അധ്യാപകനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പെൺകുട്ടിയും കുടുംബവും ആവശ്യപ്പെടുന്നു. സിദ്ദിഖ് പന്തൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് വിവാദത്തിൽ തൃശൂർ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. വിഷയത്തിന്റെ ഗൗരവം സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ജില്ലാ ഘടകത്തിന് കഴിഞ്ഞില്ല എന്നാണ് വിമർശനം. ബാങ്ക് ക്രമക്കേട് സംസ്ഥാന നേതൃത്വം നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. പാർട്ടി നിയന്ത്രണത്തിലുള്ള എല്ലാ സഹകരണ ബാങ്കുകളിലും പരിശോധനയ്ക്കും തിരുത്തലിനും CPM നടപടി തുടങ്ങി. സഹകരണ പ്രസ്ഥാനവും കേരളത്തിലെ CPMുമായുള്ളത് ഇഴപിരിക്കാനാകാത്ത ബന്ധമാണ്. പാർട്ടിയുടെ പ്രധാന വരുമാന സ്രോതസ്സു കൂടിയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് CPMന് വലിയ ആഘാതവുമാണ്. പ്രത്യേകിച്ചും BJP നേതൃത്വം സഹകരണ രംഗത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് ഗുരുതരമായ വിഷയമായി CPM നേതൃത്വം കാണുന്നു. കരുവന്നൂരിലെ തട്ടിപ്പിന്റെ ആഴവും ഗൗരവവും സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ തൃശൂർ ജില്ലാ നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത്. കരുവന്നൂരിൽ ക്രമക്കേട് സംബന്ധിച്ച പരാതി ആദ്യം ലഭിച്ചത് തൃശൂരിൽ നിന്നുള്ള നേതാവായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിനാണ്. ജില്ലയിൽ അന്വേഷണം തീരുമാനിക്കുകയും വിവരം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന സമിതി അംഗമായ PK ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ജില്ലയിൽ നിന്ന് തന്നെയുള്ള AC മൊയ്തീൻ ഈ കാലയളവിൽ സഹകരണ മന്ത്രിയുമായിരുന്നു. അതിനാൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു. എന്നിട്ടും വേണ്ടത്ര പ്രാധാന്യത്തോടെ ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ജാഗ്രത കാട്ടുകയും ചെയ്തില്ല. ക്രമക്കേട് നടത്തിയവർക്കും കൂട്ടുനിന്നവർക്കുമെതിരെ കർശന നടപടിക്കാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇപ്പോൾ ആരോപണം നേരിടുന്നവർക്ക് പുറമെ തൃശൂരിലെ കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടി വരും. പോലീസ് അന്വേഷണവും കൂടുതൽ ഊർജിതമാക്കും. തൃശൂരിൽ പാർട്ടിയുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ഉതകുന്ന നടപടികൾ വേണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ നേതൃത്വത്തിനും സർക്കാരിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാനത്ത് പാർട്ടി നിയന്ത്രണത്തിലുള്ളതും പാർട്ടി നേതാക്കൾക്ക് ബന്ധമുള്ളതുമായ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും പാർട്ടി തല പരിശോധനയ്ക്കും തീരുമാനമുണ്ട്. പാർട്ടി അംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നതിന് പുറമെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ പ്രാദേശിക തലങ്ങളിലും CPMന്റെ സഹകരണ സബ് കമ്മിറ്റികളുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമാണിത്. ഇവയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തും. ക്രമക്കേടുകൾ തടയാൻ സഹകരണ നിയമ ഭേദഗതിക്ക് സർക്കാരും നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സഹകരണ വിജിലൻസ് ശക്തിപ്പെടുത്താനാണ് നീക്കം. സഹകരണ ബാങ്ക് ഭരണസമിതികൾ ശുദ്ധീകരിക്കാനാണ് CPM തീരുമാനം. ക്രമക്കേട് കാട്ടുന്നവരെ ഒരു തരത്തിലും സംരക്ഷിക്കരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകും. പാർട്ടി നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും പരിശോധനയും ഉണ്ടാകും. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളി കട്ടിലക്കുന്നിൽ 7 വർഷമായി 4 അംഗ കുടുംബം കഴിയുന്നത് ഒറ്റമുറി ഷെഡിലാണ്. ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും അധികൃതർ ഇതുവരെ കനിഞ്ഞിട്ടില്ല. കോവിഡ് കാലത്ത് ആകെയുള്ള വരുമാനവും നിലച്ചതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. കുട്ടികൾ രാത്രി ഞെട്ടി എണീക്കും. ശബ്ദം ഇങ്ങനെ ചരൽ വാരി എറിയുന്ന സൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ രാത്രി ഞെട്ടെണീക്കും. ഞങ്ങൾ തന്നെ ഉറങ്ങലില്ല. രാത്രി മഴ പെയ്യുന്നേരമൊക്കെ എണീറ്റിരിക്കൽ തന്നെയാണ്. തകര ഷീറ്റുകളിൽ മഴവെള്ളം പതിക്കുമ്പോഴുള്ള ശബ്ദം കേട്ട് ഞെട്ടലോടെ എഴുന്നേറ്റ് 3 വയസ്സുകാരി വേദികയും 7 വയസ്സുകാരൻ കാർത്തിക്കും ഭയന്ന് കരയാൻ തുടങ്ങും. മഴക്കാലം രാജുവിനും മഞ്ജുവിനും ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്.
ഭാര്യയുടെ സ്വർണം പണയപ്പെടുത്തിയാണ് കട്ടിലക്കുന്നിൽ 8 സെന്റ് ഭൂമിയിൽ വീടിനായി രാജു വായ്പയെടുത്തത്. വീടിന്റെ തറ നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്നെ ഇൻഡസ്ട്രിയൽ തൊഴിലാളിയായ രാജുവിന് 2.5 ലക്ഷം രൂപ ബാധ്യതയായി. ഞാൻ തന്നെ അവർക്ക് വേണ്ടിയിട്ട് 1-2 തവണ പഞ്ചായത്ത് തലത്തിൽ അന്വേഷിച്ച് നോക്കിയിരുന്നു. കോവിഡ് വന്നതോടെ രാജുവിന് സ്ഥിരം ജോലിയില്ലാതെയായി. ഇതോടെ രാജുവിനെ ആശ്രയിക്കുന്ന 4-അംഗ കുടുംബത്തിന്റെ ജീവിതവും ദുരിതപൂർണമായി. വീട്ടിലെ പഴയ TV പ്രവർത്തനരഹിതമായതോടെ കാർത്തിക്കിന്റെ ഓൺലൈൻ പഠനവും ഇപ്പോൾ അവതാളത്തിലാണ്. അടിവയറിൽ മുഴ വന്നതിനാൽ ചികിത്സയിലാണ് 3.5 വയസ്സുകാരി വേദിക. അടച്ചുറപ്പുള്ളൊരു വീടെങ്കിലും അനുവദിക്കണമെന്നാണ് അധികൃതരോടുള്ള കുടുംബത്തിന്റെ അഭ്യർത്ഥന. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ ശക്തമായി തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. കേരള തീരത്ത് ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. 27-ാം തീയതി വരെ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം. നാളെ മുതൽ മഴ കുറയും. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ശേഷിക്കുന്നത് ഇന്നേക്കുകൂടി മാത്രം. ഇന്നലെ സംസ്ഥാനത്ത് റെക്കോർഡ് വാക്സിനേഷനാണ് നടന്നത്. 4,83,017 പേർക്ക് ഇന്നലെ വാക്സിൻ നൽകി. ഇനി 2 ലക്ഷം ഡോസ് വാക്സിനാണ് ശേഷിക്കുന്നത്. നാളെ കൂടുതൽ വാക്സിൻ എത്തിയില്ലെങ്കിൽ വാക്സിനേഷൻ മുടങ്ങിയേക്കും. കേരളം 10 ലക്ഷം വാക്സിൻ ഉപയോഗിക്കാതെ പൂഴ്ത്തിവെച്ചെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് റെക്കോർഡ് വാക്സിനേഷൻ നടത്തിയത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വനമന്ത്രി AK ശശീന്ദ്രനെതിരെ പരാതിയുമായി ഗവർണറെ സമീപിക്കാൻ കുണ്ടറയിലെ പെൺകുട്ടി. രാജ്ഭവനിൽ നേരിട്ടെത്തിയായിരിക്കും പരാതി നൽകുക. പീഡന പരാതി ഒത്തുതീർപ്പാക്കാനും കേസിനെ സ്വാധീനിക്കാനും ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സമാന പരാതി യുവതി കൈമാറും. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകുന്നത്. കേസിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. കേസിൽ ആരോപണ വിധേയനായ പത്മാകരന്റെ അറസ്റ്റ് വൈകുന്നതിലും പെൺകുട്ടിക്ക് അതൃപ്തിയുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ മർദ്ദനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. എറണാകുളം നോർത്ത് പോലീസ് ഇവരുടെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ജാമ്യം ഇല്ലാ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. പുതിയ കേസിൽ യുവതിയുടെ ഭർത്താവ് ജിപ്സൺ, ഇയാളുടെ പിതാവ് പീറ്റർ, മാതാവ് ജൂലി എന്നിവരും പ്രതികളാകും. അനന്യകുമാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊച്ചി റെനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാരിൽ നിന്ന് പോലീസ് നാളെ മൊഴിയെടുക്കും. അനന്യയുടെ സ്വകാര്യ ഭാഗത്ത് മാസങ്ങൾ പഴക്കമുള്ള ഉണങ്ങാത്ത മുറിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. പോലീസ് സർജൻ കൈമാറിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അനന്യയുടെ സ്വകാര്യ ഭാഗത്തെ ഗുരുതരമായ മുറിവിനെപ്പറ്റി പരാമർശമുള്ളത്. 1 വർഷം മുമ്പുണ്ടായ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായതാണ് മുറിവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ആശുപത്രിയിൽ നിന്നും ശസ്ത്രക്രിയ സംബന്ധിച്ച രേഖകളും പരിശോധിച്ചിരുന്നു. കൂടുതൽ വ്യക്തതയ്ക്കായി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. ചൊവ്വാഴ്ചയാണ് ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിനുള്ളിൽ അനന്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച അനന്യയുടെ പങ്കാളി ജിജുവിനെയും വൈറ്റിലയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുവരുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ സമൂഹം രംഗത്തെത്തിയിരുന്നു. ജിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. ന്യൂസ് 18 കൊച്ചി. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് പകരക്കാരനെ തീരുമാനിക്കുന്നതിൽ ചർച്ചകൾ സജീവം. സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ തിങ്കളാഴ്ചയ്ക്ക് ശേഷം യെദ്യൂരപ്പ രാജിവെച്ചേക്കുമെന്നാണ് വിവരം. യെദ്യൂരപ്പയ്ക്ക് പകരക്കാരനായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വാർത്തകൾ പ്രഹ്ലാദ് ജോഷി തള്ളി. ലിംഗായത്ത് സമുദായത്തിൽ നിന്ന് തന്നെ പുതിയ മുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുക്കണമെന്നാണ് RSSന്റെ ആവശ്യം. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ പുതിയ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി നാളെ ഡൽഹിയിലെത്തും. പ്രതിപക്ഷ നേതാക്കളുമായി മമത കൂടിക്കാഴ്ച നടത്തും. വീണ്ടും മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ ഡൽഹി സന്ദർശനത്തിൽ പ്രധാനമന്ത്രിയുമായും മമത കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയത്തിനു ശേഷം ആദ്യമായി ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയാണ്.
സംസ്ഥാനത്ത് BJPയെ തറപറ്റിച്ച മമത ദേശീയ തലത്തിലും BJPയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. ഡൽഹി സന്ദർശനത്തിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി മമതയെ തെരഞ്ഞെടുത്തത് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഡൽഹിയിലെത്തിയ മമത സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. പെഗസസ് ഫോൺ ചോർത്തൽ വിവരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് തൃണമൂൽ MPമാർ പാർലമെന്റിൽ ഉയർത്തിയത്. IT മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസംഗത്തിനിടെ പേപ്പർ കീറിയെറിഞ്ഞതിന് MP ഡോക്ടർ ശാന്തനു സെന്നിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയുമാണ്. പെഗസസ് വിവാദത്തിൽ തന്റെ ഫോൺ ക്യാമറ പ്ലാസ്റ്ററിട്ടുവെന്ന പരിഹാസവുമായി മമത രംഗത്തെത്തിയിരുന്നു. അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മമത കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് 18 ഡൽഹി. സ്പോർട്സ് വാർത്തകളിലേക്ക്.